ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും എവിടെയാണ്? എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് തീരുന്നതിന് മുന്നേ നിങ്ങൾ മറന്നു പോകണ്ട. കാണുന്നതിൻ്റെ മുമ്പ് കണ്ട് തീരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലിട്ട മക്കളെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, വൈകുന്നേരം ഒരു സമയമാണ് കേട്ടോ. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം ഓതലും എല്ലാം കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്ന് നോക്കുമ്പോൾ കുറച്ച് ചോറുണ്ട് കേട്ടോ. അപ്പം ഞാനെന്താ വിചാരിച്ചു, വൈകുന്നേരം എന്തെങ്കിലും ഒരു നാഷ്ട ചൂടാന്നാ വിചാരിച്ചു. എന്താ ഉണ്ടാക്കേണ്ട, ഒരു മടിച്ച് നിന്നൊരു സമയമായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ. എന്തെങ്കിലും ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അരി വെള്ളത്തിലിട്ടിന് കേട്ടോ. അപ്പം ഞാൻ അതിൽക്കൂടി ഓടുദോശ, അതിൻ്റെ കൂട്ടൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. അതിന് പിന്നെ ഓടുദോശൻ്റെ കൂട്ടൊക്കെ എന്നാലും അറിയാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ 3 കയ്യിൽ അരി എടുത്തിട്ടുണ്ടെങ്കിൽ 2 കയ്യിൽ ചോറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, വൈകുന്നേര സമയത്ത് ഞാൻ എന്താ ഉണ്ടാക്കിയത്, പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ പിന്നെ എന്താക്കി, ചോറിന് അരിയെല്ലാം ജാറിലേക്ക് അരക്കാനിട്ട് നോക്കുമ്പോൾ എന്താ കറി ഉണ്ടാക്കണ്ടേന്നുള്ളത് അറിയണില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് കുറച്ച് ദാൽപ്പരിപ്പ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ എന്താക്കി, അത് പിന്നെ കുക്കറിലോട്ടൊന്നും ഇടാൻ നിന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കിയാൽ വേഗം ഒരു ചെറിയൊരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളി ഒരു പച്ചമുളകും ലേശം മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയിട്ട് നല്ലോണം തേച്ച് പിന്നെ കഴുകിയിട്ട് അടുപ്പത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അത് അടുപ്പത്തേക്കെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ ചെറിയ ഉരുളക്കിയും ഇടാന്നെല്ലാം വിചാരിച്ചിട്ട് നോക്കും. പിന്നെ വേണ്ട, രാത്രിക്കത്തൊരു സമയത്തിന് മാത്രം വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇട്ടും കൂടെ ആരും ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലോ. അതേപോലെ നമ്മളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. കാര്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ടന്റോ കാര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇല്ലത് വെച്ച് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നും പുറത്തേക്കൊന്നും പോകേണ്ട ഒരു സാഹചര്യത്തിലല്ലല്ലോ നമ്മളുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കിയിട്ട് വരീട്ടോ.